ഹായ്, എല്ലാവർക്കും ലോട്ടസ് ഫിനസിൻ്റെ ഇൻഷുറൻസ് ടോപ്പിക്കിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇപ്പോൾ ഇനി നമ്മുടെ പൂജാവെപ്പും എഴുത്തിനെഴുത്തും ഒക്കെ തുടങ്ങുകയാണ്. അപ്പം ഈ വർഷം എഴുത്തിന് ഇരിക്കുന്ന എല്ലാ പിഞ്ചു കുഞ്ഞുങ്ങൾക്കും ലോട്ടസ് ഫിനസിൻ്റെ ആശംസ. അപ്പം അതോടനുബന്ധിച്ച് നമ്മുടെ ഇൻഷുറൻസിൻ്റെ നല്ലൊരു പ്രോഡക്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി നമുക്ക് പേരൻസിൻ്റെ പേരിൽ എടുക്കാൻ പറ്റുന്നൊരു പോളിസിയാണ് ജീവൻ ലക്ഷ്യം. അത് ശരിക്കും 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുടെ രക്ഷിതാക്കൾ. അപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് അറിയാമല്ലോ, ഒരു 28-30 വയസ്സുള്ളൊരു രക്ഷിതാവും മിക്കവാറും ഒരു 3 വയസ്സ് 4 ആ സമയത്ത് 2-3-4 വയസ്സ് നമ്മൾ എഴുത്തിനിരുത്തുന്നത്. അപ്പം ഇപ്പോഴേ നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം. ഇതിന് 2 വർഷം കൂടി കഴിഞ്ഞ് നമ്മുടെ കുട്ടികളുടെ സ്കൂളിൽ ചേർക്കും. അപ്പോൾ ഇങ്ങനൊരു പോളിസി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ഗുണങ്ങളെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ പോളിസിയുടെ പേര് ജീവൻ ലക്ഷ്യം 733 പ്ലാൻ നമ്പർ. അപ്പം ഈ പ്ലാൻ നമ്പർ അല്ലെങ്കിൽ പ്ലാനിൻ്റെ പേര് ഒന്നല്ല പ്രസക്തി, എന്താണ് അതിനുള്ളിലുള്ള കണ്ടൻറ്റ് അല്ലെങ്കിൽ എന്താണ് അതെടുത്താൽ ഉള്ള ഉപകാരം എന്ന്. ഇപ്പോൾ സപ്പോസ് ഒരു 3 വയസ്സുള്ള കുട്ടീൻ്റെ ഒരു പാരൻസിന്, അപ്പോൾ നമുക്ക് ആ 3 വയസ്സുള്ള കുട്ടിക്ക് നമുക്ക് ഒരു പേര് കൊടുക്കാം, അശ്വിൻ. ആ അശ്വിൻ എന്നുള്ള കുട്ടിയുടെ പാരൻസിൻ്റെ പേര് നമുക്കൊരു സന്ദീപ് എന്നുണ്ട്. ഈ സന്ദീപ് ഈ അശ്വിന് വേണ്ടിയിട്ട് സന്ദീപ് ഒരു പോളിസി എടുക്കണം. 32 വയസ്സായ സന്ദീപ് നമുക്കൊരു ജീവൻ ലക്ഷ്യം ഒരു 25 ലക്ഷത്തിൻ്റെ പോളിസി എടുക്കുകയാണെങ്കിൽ അത് 13 വർഷം മുതൽ 25 വർഷം വരെ. അപ്പോൾ ഈ ചെറിയതായതുകൊണ്ട് നമുക്കൊരു 25 വർഷം മാക്സിമം. ഇതൊരു ഇൻഷുറൻസ് പ്രൊഡക്റ്റും കൂടി അത് കുറച്ച് ലോങ് ടൈമിൽ എടുക്കുന്ന മാക്സിമം നമുക്ക് 25 വർഷം എടുക്കാൻ പറ്റും. പക്ഷേ ഇവിടെ 32 വയസ്സായതുകൊണ്ട് നമുക്ക് ആ പോളിസി 65 വയസ്സിൽ കാലാവധി കഴിയണമെന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ പോളിസി 23 വർഷം കൊടുക്കാം. 23 വർഷം കൊടുത്താൽ നമുക്ക് 20 വർഷം പ്രീമിയം അടച്ചാൽ മതി. 23 വയസ്സാകുമ്പോൾ കാലാവധി വരും. അപ്പം ഇതെങ്ങനെയാണെന്ന് ഒരു ഉദാഹരണ സഹിതം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഒരു 25 ലക്ഷത്തിൻ്റെ പോളിസി എടുത്ത് ഇപ്പം സന്ദീപ് എടുത്ത് അശ്വിന് വേണ്ടി സന്ദീപ് എടുത്താൽ, ഇപ്പം സന്ദീപ് സ്കൂൾ പോയിക്കൊണ്ടിരിക്കുക, നമ്മൾ അശ്വിന് സ്കൂൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 4 ക്ലാസ് 5 ക്ലാസ് എത്തുന്ന സമയത്ത് ഈ സന്ദീപിന് എന്തെങ്കിലും റിസ്ക് നമ്മൾ ഉദ്ദേശിച്ച ലൈഫ് അവരുടെ യാദൃശ്യമായിട്ട് നമ്മൾ വളരെ ഓപ്പണായിട്ട് പറയുമ്പോൾ ഒരു മരണം സംഭവിച്ചാൽ, ഇപ്പം നമ്മുടെ ടെക്നിക്കൽ വേർഡായിട്ട് റിസ്ക് സംഭവിച്ചാൽ ആ കുടുംബത്തിന്, ഇപ്പം ഇവരുടെ അശ്വിൻ്റെ വിദ്യാഭ്യാസം, നമുക്കൊരു വീട് വെച്ചിട്ടുണ്ടെങ്കിൽ ലോണും ബാക്കി ഒരുപാട് ഇതാണ്. അപ്പോൾ ഈ പോളിസിയുടെ സാധാരണ ഇൻഷുറൻസ് പോളിസി ആകുമ്പം അവിടെ അതോടുകൂടി ആ 25 ലക്ഷം അതുവരെയുടെ എത്ര വർഷമാണോ ഉള്ളത് അതുവരെയുള്ള ബോണസും കൊടുക്കും. ഇവിടെ അങ്ങനെയില്ല. കാരണം ഇവിടെ അശ്വിൻ പഠിച്ചുകൊണ്ടിരിക്കുക, നമുക്ക് ഇവിടെ ആവശ്യം അശ്വിൻ്റെ ഒരു വിദ്യാഭ്യാസം പുറത്ത്. അപ്പോൾ ഈ അശ്വിന് വേണ്ടി സന്ദീപ് എടുത്ത പോളിസിക്ക് പിന്നീടുള്ള പ്രീമിയങ്ങളൊക്കെ LIC പേ ചെയ്യും. അതിനുശേഷം 2.5 ലക്ഷം വെച്ചിട്ട് സന്ദീപിൻ്റെ കുടുംബത്തിന് 2.5 ലക്ഷം വെച്ചിട്ട് LIC കൊടുത്തുകൊണ്ടിരിക്കും. അത് കാലാവധി കഴിയുന്നത്, അതായത് 65 വയസ്സ് വരെയാണ് ഞാൻ പറയുന്നത്. അതായത് 23 വർഷം. ഇപ്പോൾ നമ്മൾ 8 വർഷം അല്ലെങ്കിൽ 5 വർഷം എത്ര വർഷമാണ് നമ്മൾ നടത്തതിന് ശേഷമുള്ള വർഷങ്ങളിൽ അത് കൊടുക്കും. പക്ഷേ പിന്നീട് ഞാൻ പറഞ്ഞു ഈ പ്രീമിയം LIC അടയ്ക്കും. അപ്പോൾ ആ വർഷവും ഉള്ള ബോണസും കൂടി ഇങ്ങനെ ആഡ് ചെയ്തിട്ട് അപ്പോൾ 25 ലക്ഷം ബോണസ് എല്ലാം കൂടി ഏകദേശം 15 ലക്ഷത്തിൻ്റെ മേലെയായിട്ട് കൊടുക്കണം. അപ്പം ഇതിൽ ഞാൻ പറയും 65 ലക്ഷം നമുക്ക് കാലാവധി കിട്ടുന്നതിനില്ല. ഇവിടെ ഇമ്പോർട്ടൻ്റ് എന്തെങ്കിലും റിസ്ക് സംഭവിച്ചാൽ ആ കിട്ടുന്ന സമ്മർഷയുടെ പ്രത്യേകിച്ച്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 25 ലക്ഷം പറഞ്ഞതുകൊണ്ട് അതിൻ്റെ 2 ലക്ഷം. ഇപ്പം 10 ലക്ഷം ആണെങ്കിൽ 1 ലക്ഷം, 50 ലക്ഷം ആണെങ്കിൽ 5 ലക്ഷം, 5 ലക്ഷം ആണെങ്കിൽ 50,000, 2 ലക്ഷം ഏറ്റവും മിനിമം സമ്മർഷയുടെ 2 ലക്ഷം. നമുക്കൊരു എടുക്കാൻ പറ്റുമെങ്കിൽ ഒരു 10-20 നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് എടുക്കും. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ നമ്പർ നിങ്ങൾക്ക് പറഞ്ഞുതരാം, 9746529296. അപ്പോൾ നിങ്ങളറിയുന്ന സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ റിലേഷനൊക്കെ ഇത് അയച്ചു കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ആക്കിയാലും എനിക്ക് അപ്പോയിൻമെൻ്റ് തന്നെയാണ്, ഞാൻ നേരിട്ട് വന്നിട്ട് നിങ്ങൾക്ക് സംസാരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയദശമി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.